ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന രജത്ത് അടക്കമുള്ള 4 മലയാളി വിദ്യാർത്ഥികളാണ് മർദ്ദനത്തിനിരയായത്. സാധനങ്ങൾ മോഷ്ടിച്ചുവെന്നാരോപിച്ച് വഴിയരികിലെ പാൻമസാല കച്ചവടക്കാർ ഇവരെ തടഞ്ഞു. ഇതിനെ വിദ്യാർത്ഥികൾ ചെറുത്തതോടെ സമീപത്തെ തപോവനം പാർക്കിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു. ട്യൂഷൻ പോയിട്ട് വന്നാണ് പറയുന്നത്. ആ സമയത്താണ് പാൻ കിടക്കാരൻ പറഞ്ഞത് ഇതുപോലെ അവിടെ എന്തോ എടുത്തെന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കുകയായിരുന്നു ചെയ്തത്. അവർ 4 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. രക്ഷപ്പെട്ട് ഓടിപ്പോയി. അതിലവർത്തന്നെ പാൻ കിടക്കാരൻ പാർക്കിൽ കൊണ്ടുവന്ന് അടിച്ചിട്ട് അവസാനാക്കിയിട്ടാണ് 2 പേരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ അടിച്ചവരിൽ അവരാണ് ആ കുട്ടി മരിച്ചവർ പിന്നീട് അറിയുന്നത്. മർദ്ദനത്തിനിടെ ബോധരഹിതനായി വീണ രജത്തിനെ അക്രമികൾ തന്നെയാണ് അടുത്തുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിനിടെ മറ്റു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ സാരമായി പരിക്കേറ്റ രജത്ത് അരമണിക്കൂറിനകം മരിച്ചു. Statement has been recorded now, and now we are going for the postmortem. Let us wait for the postmortem results. We'll come back to you. കഞ്ചാവ് വിൽപ്പനക്കാരുടെ കേന്ദ്രമാണ് തപോവനം പാർക്ക് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഡൽഹി കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് സ്ഥലം MLA ആരോപിച്ചു. उस पार्क के अंदर अक्सर ऐसे बच्चे बैठे होते हैं जो ड्रग्स लेते हैं या सिगरेट पीते हैं, वहाँ पे अक्सर बैठे होते हैं. कई बार उसके बारे में भी पुलिस को हमने लिखित में दिया है, ACP DCP को, कि यहाँ पे इस तरह के नोसेंस बच्चे बैठते हैं जिससे आना जाना बहुत मुश्किल है. എയിംസിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ആശുപത്രിയിലെത്തി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ പോലീസിന്റെ റിപ്പോർട്ട് തേടി. മീഡിയ 1 ഡൽഹി.